ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ സർക്കാർ നൽകുന്ന 1600 രൂപ ക്ഷേമ പെൻഷൻ അത് കിട്ടാനായി 62 ലക്ഷത്തോളം ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ 62 ലക്ഷം ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് 1458 ബുദ്ധിമാന്മാർ, കുറച്ചുകൂടെ പ്രിസൈസായിട്ട് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർ ആ കാശിൽ കൈയിട്ടുമായിരുന്നു. ഇവരെ ശരിക്കും പറഞ്ഞാൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത താങ്കളും കണ്ടിട്ടുണ്ടാകുമല്ലോ. താങ്കളുടെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം, എനിക്കിത് ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. കാരണം ഇതിനേക്കാൾ ഭേദം ഈ 1 ലക്ഷം രൂപ വരെയൊക്കെ ശമ്പളം വാങ്ങിക്കുന്ന ഇവർക്ക് ഈ റോഡിൽ കുഷ്ഠരോഗികൾ തോർത്തും പിരിച്ചു കിടക്കുമല്ലോ, അവൻ്റെ ആ തോർത്ത് നിന്ന് പിച്ചക്കാശ് അടിച്ചുകൊണ്ട് പോയാൽ അതിനേക്കാൾ അന്തസ്സ് ഇതിനുണ്ട്. എന്ന് വെച്ചാൽ ഇത് 62 ലക്ഷം അത്തരത്തിലുള്ള ക്യാൻസർ രോഗി മുതൽ വിവിധ രോഗങ്ങളിൽ കഷ്ടപ്പെടുന്നവർ മരുന്ന് വാങ്ങിക്കാൻ ഗതിയില്ലാതെ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുമ്പോഴാണ് ഇവിടെ 1500ഓളം പേര് ഈ വിധത്തിൽ പണം വാങ്ങുന്നത്. ഇത് 1500 അല്ല കേട്ടോ, ഇതിപ്പോൾ കണ്ടുപിടിച്ചത് മാത്രമാണ്. ഇത്തരത്തിൽ ഇത് സ്കാൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു 20 ലക്ഷമെങ്കിലും കുറഞ്ഞത് കുറവാക്കാൻ പറ്റും. ഒരു 40-45 ലക്ഷത്തിനകത്ത് നമ്മുടെ മൊത്തത്തിലുള്ള പെൻഷൻകാരെ ഉൾപ്പെടുത്താം. ആ പെൻഷൻകാർക്ക് കൃത്യമായിട്ട് സർക്കാരിന് കാശ് കൊടുക്കാനും പറ്റും, ഇത്രയും അനധികൃതമായിട്ട് വാങ്ങിക്കുന്നവരുടെ ഒഴിവാക്കിയാൽ. മനസ്സിലായി. ഈ ഒരു താങ്കൾ സർക്കാർ സർവീസിലായിരുന്നല്ലോ ദീർഘകാലം. ഏറ്റവും ക്ലാസ് 4 ജീവനക്കാരൻ, അതായത് ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ജീവനക്കാരന് കിട്ടുന്ന ബെയർ മിനിമം സാലറി ഇന്ന് സംസ്ഥാന സർക്കാർ എത്രയാണ് കൊടുക്കുന്നത്? ഏറ്റവും കുറഞ്ഞ ഒരു 30,000 രൂപ, അതായത് 30,000 രൂപയിൽ 1000 രൂപ 30,000 രൂപയിൽ താഴെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും കേരളത്തിൽ ശമ്പളം അല്ലാത്ത ഫുൾ ടൈം ഉള്ള എല്ലാവർക്കും സ്ഥിരം ജീവനക്കാർക്ക് ഡെയിലി 1000 രൂപ വാങ്ങിക്കാനുള്ള 30,000 രൂപ കിട്ടുന്നവന് പിന്നെ ഈ പാവപ്പെട്ടവന്റെ 1600 രൂപ കൈയിട്ട് വാരിയാലും സമാധാനം. 30,000 അല്ലല്ലോ ഇത് മിനിമം. ലെക്ചർ എന്നൊക്കെ പ്രൊഫസർ എന്നൊക്കെ പറയുമ്പോഴേ IAS UGC സ്കെയിലാണ് അവർക്ക് ശമ്പളം. IAS കാരെക്കാൾ ഉന്നതമായ ശമ്പളമാണ്. അവർക്കും ഈ കാശ് വേണം. അവർക്കും 1600 രൂപ വേണം എന്ന് പറയുമ്പം ഞാൻ അതിശയം വിചാരിച്ചു പോകണത് എന്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിലും ഭേദം കട്ടപ്പാറ എടുത്തുകൊണ്ട് കക്കാൻ ഇറങ്ങുന്നതാണ് അതാണ് ശരി എന്നുള്ളതാണ് എൻ്റെ ഒരു. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചില ബാർബേറിയൻ രാജ്യങ്ങളുണ്ടല്ലോ, അതായത് കടപ്പുറത്ത് നിരത്തി നിർത്തി വെടിവെക്കുക, കയ്യ് വെട്ടിക്കളയുക, നാവരിയുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എറിഞ്ഞു കൊല്ലുക, ഇതുപോലത്തെ ശിക്ഷകൾ കൊടുക്കേണ്ടതാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകുന്നത്. ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ തോന്നിപ്പോകുന്ന വിധത്തിലാണ് ഈ ക്രൂരകൃത്യം ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം, ഇപ്പോൾ ധനമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഇവർക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അറിയാലോ, ഇത് സർക്കാർ സർവീസ് സംഘടനകൾക്കും അവരുടെ ജീവനക്കാരുടെ കടമകളേക്കാൾ കൂടുതൽ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ സാഹചര്യത്തിൽ ഈ ഈ കള്ളന്മാരെ ഇവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇതിനേക്കാൾ വലിയ ഖജനാവ് കള്ളന്മാർ എത്രയോ ഇവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. കാരണം നമുക്ക് നിയമം എന്ന് പറയുന്നത് പാവപ്പെട്ടവനെ കുറിക്കാൻ ചിലന്തി വലയാണ് നിയമം എന്ന് നമ്മൾ പറയില്ലേ. അതായത് ചെറിയ പ്രാണി വന്നാൽ ചിലന്തി വലയ്ക്കകത്ത് വീഴും, വലുതാണെങ്കിൽ പൊട്ടിച്ചുകൊണ്ട് പോകാം. ഈ വിധത്തിലാണ് നമ്മുടെ നിയമങ്ങൾ പലപ്പോഴും നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് കുഴപ്പം. ഇതേ മനസ്സിലാക്കിയെടുത്തോളം കോളേജ് അധ്യാപകരുണ്ട്, ഗസറ്റഡ് റാങ്ക് ഉദ്യോഗസ്ഥരുണ്ട്, അത്യാവശ്യം ക്ലാസ് A ലെവലിൽ ജോലി ചെയ്യുന്ന ഒരുപാട് നോക്കരുതെന്ന്. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു നാണവും മാനവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞ പക്ഷം ചെയ്യേണ്ടത്, എൻ്റെ ഒരു അഭിപ്രായമാണ്, സബ്ജക്റ്റീവ് തോട്ടാണ്, യോജിക്കാം വിയോജിക്കാം, ഇവരുടെ പട്ടിക, ഈ കള്ളന്മാരുടെ പേര് പ്രസിദ്ധീകരിക്കണം. ഇന്ന ആൾക്കാരാണ് ഇന്ന പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സാധാരണക്കാരുടെ കാശ് അടിച്ചു മാറ്റിയത്. ഇവന്മാർ അങ്ങനെയെങ്കിലും നാണം കെടുത്തണ്ടേ? നാണം കെടുത്ത് മാത്രമല്ല, ഇത് സർവീസിലിരിക്കാൻ യോഗ്യരല്ലേ ഇവരാരും. ഇതൊക്കെ നടക്കുമെന്നുള്ളത് കണ്ടറിയണം. അല്ലാതെ ഒരിക്കലും നടക്കില്ല. കാരണം അവര് പറയുന്നത് അറിയാമോ, അവർ വിചാരിക്കുന്നത് 1600 ഞാൻ പറ്റിച്ചുള്ളൂ, 1,60,000 ഇവിടെ മാസം കട്ടുന്നവർ വേറെ കിടക്കുകയാണ്, അവരെന്താ പിടിക്കാത്തതെന്നായിരിക്കും അവരുടെ മനസ്സിൽ ചിന്ത. ഈ നാട്ടില് നടക്കുന്ന ഓരോരോ പ്രവർത്തികളാണ് ഓരോരുത്തരെ ഇത്തരം തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നിയമം എന്ന് പറയുന്നത് ലംഘിക്കാനുള്ളതാണ് എന്നാണ് ജനാധിപത്യത്തിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ നിയമം എന്ന് പറയുന്നത് ലംഘിക്കാനുള്ളതല്ല എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ വരേണ്ടത്. 1000 രൂപയും 5000 രൂപയും കൈക്കൂലി വാങ്ങുന്ന വില്ലേജ് ഓഫീസർമാരെയും സർവേ ഡിപ്പാർട്ട്മെന്റിൽ എക്സെട്ര പല ഉദ്യോഗസ്ഥന്മാരെ വിജിലൻസുകാരെ വന്ന് കൈയോടെ പൊക്കിക്കൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതവർ ഫോട്ടോ എടുക്കാറുണ്ട്, പത്രത്തിൽ കൊടുക്കാറുണ്ട്, ഇവരെ നാണം കെടുത്താറുണ്ട്. ശരിക്കും അവരത് അർഹിക്കുന്നു. കൈക്കൂലി വാങ്ങിയെങ്കിൽ അവൻ നാണം കെടട്ടെ, യാതൊരു എതിരഭിപ്രായം അതിലില്ല. പക്ഷേ
ഈ 1600 രൂപ വെച്ചിട്ട് ഓരോ മാസവും യുവമാർ ഇങ്ങനെ കട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർഷം എത്ര ലക്ഷം രൂപയാണ് യുവമാർ കട്ടുകൊണ്ട് പോകുന്നത്? അല്ലെങ്കിൽ എന്താ പറയുക, ഇതൊരു ലോങ് റണ്ണിൽ പോകുമ്പോൾ കോടികളുടെ കളവാണ്. നമ്മൾ ഇതിന്റെ എമൗണ്ട് മാത്രം കണക്കാക്കരുത്. ഇതിന്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് വലുതാണ്, ഏറ്റവും വലുതാണ്. കാരണം എന്ന് വെച്ചാൽ മരുന്നിന് 1600 രൂപ കിട്ടാതെ വേഴാമ്പലിനെ പോലെ മറിയക്കുട്ടി ചേച്ചിമാർ മറിയക്കുട്ടി ചേട്ടത്തിമാർ എത്ര പേരാണ് ഈ സംസ്ഥാനത്തുള്ളത്? അവർക്ക് മുഖ്യമന്ത്രി അടക്കം തെറി പറഞ്ഞത് എന്തുകൊണ്ടാണ്? കാരണം ഒരു പ്രതിപക്ഷ നേതാവ് പറയാത്ത അത്രയും വാക്കുകൾ ഈ മറിയക്കുട്ടി ചേട്ടത്തി പറഞ്ഞു. ഇവിടുത്തെ ചാനലുകൾ മുഴുവൻ ടെലികാസ്റ്റ് എന്തുകൊണ്ടാണ്? ഗതികേടിന്റെ അങ്ങേറ്റം വന്നുകൊണ്ടാണ്. അവർക്ക് വേറെ യാതൊരു നിവൃത്തിയുമില്ല. അങ്ങനെയുള്ളവന്റെ ഞാൻ പറഞ്ഞില്ലേ, ക്യാൻസർ രോഗിയുടെ തെരുവിലെ തോർത്തുമുണ്ടിലാണ് ഇവന്മാര് കക്കാനായി കൈയിട്ടിരിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇതിൽ മന്ത്രി പറഞ്ഞതിൽ ഒരു ചെറിയൊരു ഒളിയമ്പ് അല്ലെങ്കിൽ ഒരു ദുസൂചന എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ഒരു സം സോർട്ട് ഓഫ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നി. എന്താണെന്നറിയോ, ഇതിലാരെങ്കിലും എന്താ പറയുക, സാങ്കേതികമായ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പിഴവ് കൊണ്ടോ, അവരുടെ ഭാഗത്തു നിന്നുള്ള പിഴവ് കൊണ്ടോ ആണ് ഇവർ കൈപ്പറ്റിയിട്ടുള്ളത് എങ്കിൽ അതും പരിശോധിക്കേണ്ടതാണെന്ന് പറയുന്നു. അതായത് ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുത് മന്ത്രി തന്നെ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തായിരിക്കും താങ്കളുടെ അഭിപ്രായം? ഇത് മന്ത്രി മുതല് ഇനി ഇയാളുടെ കേസ് നോക്കാൻ പോകുന്ന വക്കീൽ വരെ ചെയ്യാൻ പോകുന്നത് ഇത് തന്നെയാണ്. പഴുതുകൾ അറിഞ്ഞില്ല, അവരറിഞ്ഞില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതിനൊരു ഡയറക്ഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇവരിത് ചെയ്യാൻ പോവുകയായിരുന്നു, ആ സമയത്താണ് ഇത് ക്യാൻസൽ ചെയ്യാൻ പോയപ്പോഴാണ് പറ്റിയത്, മറിച്ചതാന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് എക്സ്ക്യൂസുകൾ വരും. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, 500 രൂപ കൈക്കൂലി വാങ്ങിച്ചതിന് ഒരു വനിതാ ജൂനിയർ സൂപ്രണ്ടിന് 6 വർഷത്തെ കഠിന തടവും സർവീസിൽ നിന്ന് ഡിസ്മിസലും വന്ന ഒരു സ്ഥലമാണിത്. ഇതൊന്നും തെളിയിച്ചാലുണ്ടല്ലോ, തെളിയിച്ചു കഴിഞ്ഞാൽ ജീവിതം പോക്കാണ്. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഈ നിയമങ്ങൾ ഏട്ടിലെ പശുവായി പുല്ല് തിന്നാതെ കഴിയുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അത്രയും. ഇവിടെയാണ് നമ്മുടെ ചോദ്യചിഹ്നം വരുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിച്ചോളേ, ഈ 1600 രൂപ ഇവർ പോയത് അറിയാതെ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനെ ഒരു അറിയാതെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതും നമ്മൾ പരിശോധിക്കണം. ശരിക്കും ഇനി ഒരാൾ അറിയാത്തതാണോ? അതായത് ഇതിൽ മനസ്സിലാക്കുന്ന ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇവരൊക്കെ ഇതിൽ പലരും അംഗപരിമിതരായിട്ടുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പറ്റിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നില്ല, ഒരു വിഭാഗം, അതായത് വികലാംഗനായതുകൊണ്ട് അല്ലെങ്കിൽ അംഗപരിമിതനായതുകൊണ്ട് അദ്ദേഹത്തിന് 18 വയസ്സാകുമ്പോൾ തന്നെ സർക്കാരിൽ നിന്നൊരു ക്ഷേമ പെൻഷൻ കിട്ടുന്നു. നല്ല കാര്യം, അവർക്ക് കൊടുക്കേണ്ടതാണ്. അവരത് വാങ്ങുന്നു, അത് എൻജോയ് ചെയ്യുന്നു. പക്ഷേ സർവീസിൽ കയറിയതിന് ശേഷം എനിക്ക് സർക്കാർ സർവീസിൽ ജോലി കിട്ടി, എനിക്കിനി ഇത് വേണ്ട എന്ന് പറഞ്ഞ് അവരത് തിരുത്തുക, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരെ രേഖാമൂലം അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിച്ച് ഇനി പെൻഷൻ വേണ്ട എന്ന് പറയാനുള്ള കാര്യം അവർ ചെയ്തില്ല എന്നുള്ളതാണ് ഈ സാങ്കേതിക കുരുക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നോക്കുക, ഇതിലൊരു കോളേജ് അധ്യാപകൻ, ഒന്നിലധികം കോളേജ് അധ്യാപകർ പോലും, പ്രൊഫസർമാർ പോലും ഇങ്ങനെ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മിനിമം സർവീസ് റൂൾ പോലും അറിയാത്ത ഒരാളാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പിള്ളേരെ പഠിപ്പിക്കുന്നത് എങ്കിൽ അയാൾക്ക് എന്ത് യോഗ്യതയാണ് ആ സ്ഥാനത്ത് തുടരാൻ എന്നുള്ളൊരു ചോദ്യമില്ലേ? ഇതില് നിയമം അറിയില്ല എന്ന് പറയുന്നത് ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ്. അത് നിയമം അറിയില്ല എന്ന് പറയാനേ പാടില്ല. അത് പോട്ടെ, ഇനി നിയമത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സർക്കാരിലെ ഗസറ്റ് ഓഫീസർമാർ മുഴുവൻ ഇൻകം ടാക്സ് കൊടുക്കുന്നവരാണ് അധികം. ആ ഇൻകം ടാക്സ് കൊടുക്കുമ്പോൾ ഇവർ ഇതെല്ലാം നോക്കുന്നതല്ലേ. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുകയാണ് കിട്ടുന്ന വരുമാനം എത്രയാണെന്നുള്ളത്. ഇനി ഇതൊക്കെ പോട്ടെ, ഇങ്ങനെ അല്ല ഒരാൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അയാൾ സർക്കാർ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു ശമ്പളം പോലും പിന്നെ പറ്റാൻ പാടില്ല. ചിലപ്പോൾ വേണമെങ്കിൽ 1-2 വർഷത്തേക്ക് ചെറിയ പാർട്ട് ടൈം സർവീസ് ചെയ്തുകൊണ്ട് ഇയാൾക്ക് ശമ്പളം പറ്റാം. പക്ഷെ അതുപോലും കാണിക്കണം. അതുപോലും കണക്കിൽ കാണിക്കുന്നില്ല. സർക്കാരിൽ കയറി കഴിഞ്ഞാൽ അത് പാടില്ല എന്നാണ്. ഇപ്പൊ ഞാൻ സർക്കാരിൽ എന്ന് ജോയിൻ ചെയ്യുന്നു അന്ന് മുതൽ എന്റെ പ്രൈവറ്റ് സ്ഥാപനങ്ങളുള്ള ബന്ധം പോലും കട്ട് ചെയ്യണം. അവിടുന്ന് പിന്നെ ഒരു പ്രതിഫലം പറ്റിക്കൊണ്ട് എനിക്കൊരു പാർട്ട് ടൈം സർവീസ് പോലും അവിടെ ചെയ്യാനായിട്ട് പ്രൊവിഷൻ ഇല്ല. അത്ര സ്ട്രിക്റ്റ് ആണ് നമ്മുടെ നിയമം. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലുള്ള കള്ളങ്ങൾ കാണിക്കുന്നത്. ഇവിടെ ഒരു കാര്യം, ഇപ്പോൾ സർക്കാർ ഇത് കൈയോടെ പിടിച്ചു, ഇത് സർക്കാരിന്റെ എന്താ പറയുക കാര്യക്ഷമതയാണ് എന്ന് ഒരു ഭാഗത്ത് ചിലർ കരുതുന്നു അല്ലെങ്കിൽ വിലയിരുത്തുന്നു. പക്ഷെ അതേസമയം ഇത്രയും നാളും ഈ കള്ളന്മാരെ പിടിക്കാത്തത് സർക്കാരിന്റെ ദൗർബല്യമാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ കഴിവുകേടാണ് എന്നുള്ളൊരു വിലയിരുത്തലും മറുഭാഗത്ത് വരുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? സർക്കാരിന്റെ കഴിവാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ഈ 62 ലക്ഷം 42 ലക്ഷമായിട്ട് ഒരു മാസം കൊണ്ട് കുറയ്ക്കാൻ സാധിക്കും. അനധികൃതരുടെ എണ്ണം ഒരു 20 ലക്ഷമെങ്കിലും വരും. അതായത് 1600 രൂപ ക്വാളിഫൈഡ് ആയിട്ടില്ലാത്തവർ. ഈ ഇവർ വെച്ചിരിക്കുന്ന നിയമപ്രകാരം, അതായത് 1 ലക്ഷം രൂപയ്ക്കുള്ള വരുമാനം പാടില്ല, സ്ക്വയർ ഫീറ്റ് ഇത്രയുള്ള ടെറസ് കെട്ടിടം പാടില്ല, 1000 cc ഉള്ള വണ്ടി പാടില്ല, 2 ലക്ഷത്തിന് താഴെ ആയിരിക്കണം
2.5 ഏക്കറിന് താഴെ ആയിരിക്കണം സ്വത്ത്, ഈ പറഞ്ഞ നിയമങ്ങൾ മാത്രം. ഇതൊക്കെ വളരെ ലിബറലായിട്ട് ഇതുപോലും ലംഘിച്ചുകൊണ്ട് ഈ 1600 രൂപ തട്ടിയെടുക്കുന്നവരാണ് 62-ൽ വലിയൊരു ഭാഗം. മനസ്സിലായി. ഒരു 1/3 എങ്കിലും ആ വിധത്തിലുണ്ടെന്നുള്ള. ഇതിൽ വേറെ രസം അറിയാമോ? ഇതിപ്പോ ഇവർ ഇങ്ങനെയല്ലേ വാങ്ങിക്കുന്നത്. ഇനി ഇതിനകത്ത് വേറുണ്ട്. എന്താണ്? അതായത് നിങ്ങൾക്ക് 1600 രൂപ ഞാൻ വാങ്ങിച്ചു തരും, 600 രൂപ എന്റേതാണ്. അങ്ങനെയും ഉണ്ട്. അങ്ങനെയുള്ളവരാണ് അധികവും. കാരണം ഇവർക്ക് ഈ പാവപ്പെട്ടവനെ പിന്നെ ഇതൊന്നും അറിഞ്ഞുകൂടാതെ രോഗശയ്യയിൽ കിടക്കുന്നവനെ വിളച്ചു ഉണർത്തിയിട്ട് പറയാതെ അമ്മാവ അല്ലെങ്കിൽ ചേച്ചി ഇതിനകത്തൊരു ഒപ്പിട്ടാ മതി. അതായത് ജെന്യുവിനായിട്ട് കിട്ടേണ്ട ആളിനെ തന്നെ ബിനാമിയാക്കിക്കൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് കമ്മീഷൻ അടിക്കുന്നു. അതാരായിരിക്കും? പൊളിറ്റീഷ്യന്മാരുടെ സംശയം എന്താ? അതൊക്കെ രാഷ്ട്രീയക്കാർക്ക് പ്രാദേശിക രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇതിൽ ചിലരിൽ അംശമായിട്ട് വാങ്ങിക്കും, ചിലര് ആദ്യത്തെ 5 മാസത്തെ എനിക്ക് തരണം, അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് തരണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. ചിലര് നിരന്തരം എനിക്ക് തന്നുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. വെറുതെ നേരത്തെ ഈ പോസ്റ്റ് മാൻ അല്ലെങ്കിൽ പോസ്റ്റ് മണൊക്കെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ പോസ്റ്റ് മൺ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആൾക്ക് ഒരു പടി കൊടുക്കുന്ന വഴിവഴക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു തരത്തിലുള്ള ചോർച്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഈ കോവിഡിന്റെ സമയത്താണെന്ന് തോന്നുന്നു ബാങ്ക് അക്കൗണ്ട് ഒഴിവാക്കി. പിന്നെ കുറെ പേര് ഒരു കേന്ദ്രത്തിൽ ബാങ്ക് അക്കൗണ്ട് വഴിയൊക്കെ തന്നെയാണ്. പക്ഷേ ചിലർ നേരിട്ട് കൊണ്ടു കൊടുക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഇത് സ്ക്രൂട്ടനൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും എന്താ പറയാ താങ്കൾ പറഞ്ഞതുപോലെ അനർഹരെ ഒഴിവാക്കാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും നാളായിട്ട് അതൊരു പിടിപ്പുകേട് തന്നെയല്ലേ? ഇത് സർക്കാരിന്റെ പിടിപ്പുകേടുണ്ട്, ജനങ്ങളുടെ പിടിപ്പുകേടുണ്ട്, എല്ലാം ഉണ്ട്. സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അല്ല, കാരണം ഈ അഴിമതിയുടെ 2-3 പാരാമീറ്റേഴ്സ്, അഴിമതി ഒഴിവാക്കാനുള്ള 2-3 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന്, നിയമം കൃത്യമായി, അതാണ് ഞാൻ പറഞ്ഞത്, നിയമ ലംഘനമാണ് ഏറ്റവും വലിയ അഴിമതിക്കുള്ള വഴി. നിയമം കൃത്യമായി നടപ്പിലാക്കുക. രണ്ടാമത്തേത് എത്തിക്സ്, അതിലാണ് ഈ പറഞ്ഞ സാധനം പെടുന്നത്. അതായത് മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ എല്ലാവർക്കും വേണം. മനസ്സിലായി. ഈ പൈസ വാങ്ങിച്ചു കൊടുക്കുന്നവനും വിചാരിക്കണം 1600 രൂപ ഈ പാവത്തിന് വാങ്ങിച്ചു കൊടുക്കും, അതിൽ നിന്ന് 600 രൂപ വാങ്ങിച്ചാൽ എന്റെ വയറ് പൊഴുത്തു പോകും, ഇതിന്ന് വല്ലതും തിന്നാലെന്ന് തോന്നണ്ടേ അവന്. അതിനൊരു എത്തിക്സ് വേണ്ടേ? ഇത് കൊച്ചിലെ മുതല് 90 വയസ്സാകുന്നവരെ ആരും പഠിപ്പിച്ചിട്ടില്ല, പറഞ്ഞു കൊടുത്തിട്ടില്ല. സിനിമ പറയുന്നില്ല ലേശ ഉളുപ്പ് അതുണ്ടെങ്കിൽ ഈ പണിക്ക് ഇറങ്ങത്തില്ലല്ലോ. ഇല്ലല്ലോ, കാരണം ഇത് ഒന്നുമില്ലെന്നേ. ഇത് എങ്ങനെയും എനിക്ക് ഇന്നത്തേക്കുള്ള വക തിന്നാൻ കിട്ടണം എന്ന് മാത്രം വിചാരിച്ച് ജീവിക്കുന്ന കുറെ ജന്തുക്കളായി നമ്മൾ മാറി. എന്തോ ആവട്ടെ, ഇതെല്ലാം സാങ്കേതിക പ്രശ്നങ്ങളാണ്, അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയി, അല്ലെങ്കിൽ ഒരു തവണ ഒരു എക്സ്ക്യൂസ് കൊടുക്കുക, അങ്ങനെ പലവിധ കാരണങ്ങൾ നിരത്തി ഈ 1488 കള്ളന്മാരെ വൈറ്റ് വാഷ് ചെയ്യാൻ അധികൃതർ ശ്രമിച്ചാൽ, ഇത് കേരളമാണ്, സംശയിക്കേണ്ട കാര്യമില്ല, ദർ ഇസ് എ ചാൻസ്, അങ്ങനെ ശ്രമിച്ചാൽ അവരെല്ലാവരും രക്ഷപ്പെടും. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ സ്റ്റേൺ ആയിട്ട് പറയുന്നു, ഈ 1458 കള്ളന്മാരുടെ പട്ടിക പേര് പ്രസിദ്ധീകരിക്കണം. അങ്ങനെ പ്രസിദ്ധീകരിച്ചാൽ ഒരു പക്ഷേ ഇവരൊന്നും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും, ഞാൻ ന്യായ വ്യവസ്ഥകളെയൊന്നും വെല്ലുവിളിക്കുകയൊന്നുമല്ല, പക്ഷേ നമ്മുടെ മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഈ കൈക്കൂലി വാങ്ങുന്നവന്മാരൊക്കെ പൊടിയും തട്ടി പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ 1600 രൂപ വെച്ച് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം കട്ട ഈ കള്ളന്മാരെ ഒരു പക്ഷേ ശിക്ഷിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഇവൻ അനർഹമായി ഇത് കൈപ്പറ്റി എന്നുള്ള ഒരു പട്ടിക സർക്കാർ പുറത്തു വിടുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിയമവിരുദ്ധമായിട്ട് ഒന്നുമില്ല, ആരുടെ സ്വകാര്യത ലംഘിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. സർക്കാരിൽ നിന്ന് അനധികൃതമായിട്ട് കാശ് വാങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ തട്ടിയെടുത്തിട്ടുണ്ടോ അവൻ്റെ പേര് നാട്ടുകാർ അറിയട്ടെ. അങ്ങനെ വരുമ്പോൾ കുറഞ്ഞ പക്ഷം ഇപ്പം ഞാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അയൽവാസി അറിയട്ടെ ഞാനൊരു കള്ളനാണയമാണെന്ന്, അല്ലെങ്കിൽ ഇവർ ചെയ്ത തെറ്റ് എന്താണെന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞാൽ കുറഞ്ഞ പക്ഷം നാളെ ഇനി ഇത് ആവർത്തിക്കാൻ നേരത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഞാനും നാറുമല്ലോ എന്ന് ഒരാൾക്ക് തോന്നില്ലേ? താങ്കൾ ഈ പറഞ്ഞതുണ്ടല്ലോ, ഈ പറഞ്ഞത് നിസ്സാരമായ വാചകമല്ല. ഈ പറഞ്ഞതാണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷന്റെ പൊതുജനം പാലിക്കേണ്ട അല്ലെങ്കിൽ സർക്കാർ പാലിക്കേണ്ട അടിസ്ഥാന തിയറി. അതായത് ഒരു കള്ളനെ കള്ളനാണെന്ന് തന്നെ പറയുക. കള്ളന്റെ പടം പോലീസ് സ്റ്റേഷനിൽ ഒട്ടിക്കുന്നില്ലേ? അതെന്തിനാണ്? ജനങ്ങൾ ഇത് അറിയണം. ഇവൻ നിന്റെ വീട്ടിൽ കയറി നാളെ മോഷ്ടിക്കരുത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സർക്കാരിന്റെ ബാധ്യതയാണ്. താങ്കൾ പറഞ്ഞത് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ട സർക്കാരിന്റെ ബാധ്യതയാണ്. ഇത് ഈ ലിസ്റ്റ് മാത്രമല്ല, ഈ കേരള സർക്കാരിൽ റോഡ് പണിയുമ്പോ അതാ പറഞ്ഞു ഇവർ വിചാരിക്കുന്നത് എന്തറിയാമോ? ഈ 1500 പേരും വിചാരിക്കുന്നത് എടാ ഞാൻ 1500 രൂപ എനിക്ക് പല വഴി കൂടെ കിട്ടേണ്ട ഒരു സാധനമല്ലേ ഞാൻ ഓടിച്ചോളൂ. ഇവിടെ 1,60,000 മാസം ഓട്ടിക്കുന്നവരുണ്ടല്ലോ, അവരെ എന്താ പിടിക്കാത്തത്? അതായത് റോഡ് പണിയുമ്പോൾ, പാലം പണിയുമ്പോൾ, ഓട പണിയുമ്പോൾ, ഇങ്ങനെ തുടങ്ങി ആശുപത്രിയും ദുരിതാശ്വാസം വരെ. നമ്മൾ വയനാട് കണ്ടില്ലേ, 4000 രൂപയ്ക്കാണ് അവിടെ പുഴുത്ത അരി ദുരിതാശ്വാസത്തിന്റെ പേരിൽ അവിടെ കിടക്കുന്ന രോഗികൾക്കും ആശ്രിതർക്കും കൊടുക്കുമ്പോൾ
4000 രൂപയുടെ റൂമിലാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ അവിടെ പോയി ഇവർക്ക് സേവനം ചെയ്യാനായിട്ട് താമസിക്കുന്നത്. ഒരു മനുഷ്യായുസ് മുഴുവൻ കഷ്ടപ്പെട്ടത് മുഴുവൻ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോ ഒലിച്ചു പോയി. അതെ, അവരിപ്പോ കിടക്കുന്ന കടത്തന്നെ അത് ഇതുപോലത്തെ ഒരു അവരുടെ കാര്യം നോക്കാൻ വന്നവൻ കിടക്കുന്ന 4000 രൂപ കുഷ്ഠരോഗിയുടെ റോഡിലെ തോർത്തിൽ നിന്ന് മോട്ടിക്കുന്നത് പോലെ തന്നെയാണ് അതും. അതിനേക്കാൾ ക്രൂരമാണ്. കാരണം അത്യാഹിതം എന്ന് പറഞ്ഞ് വന്ന് നമ്മൾ കേരളം മുഴുവൻ കരയുമ്പോൾ കുറച്ച് ഉദ്യോഗസ്ഥര് ഇവരെ സേവിക്കാൻ പോയിട്ട് 4000 രൂപയുടെ മുറി പോയി താമസിച്ച് AC-ക്കകത്ത് വെള്ളം അടിച്ച് കിടന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ പോയി ഇവർക്ക് സേവനം ചെയ്യാൻ നിൽക്കുന്നെങ്കിൽ ഇവരുടെ മാനസികാവസ്ഥ എന്താണ്? ഇവരെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെ മാനസികാവസ്ഥ എന്താണ്? ഇപ്പോ കുറെ വകുപ്പുകളുടെ പേര് ഏകദേശം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പം ഹെൽത്തിൽ നിന്ന് വരുന്നുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ എനിക്കറിയേണ്ടത്, ഇതിൽ ധനവകുപ്പിൽ നിന്ന് ഏതെങ്കിലും ചേട്ടന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും മാന്യദേഹങ്ങൾ ഇതിൽ കാശ് അനർഹമായി കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം ലോകത്ത് എന്ത് സംഭവം സംഭവിച്ചു കഴിഞ്ഞാലും ഫയൽ കറങ്ങി തിരിഞ്ഞ് ഫിനാൻസ് വരുമ്പോൾ അവിടെ ഒരു കൊറിയിടും. സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇത് പറ്റില്ല, ഇത് മന്ത്രിയുടെ ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ ക്യാബിനറ്റിന്റെ പരിഗണന വരണം എന്ന് പറഞ്ഞ് കൊറിയിട്ട് കളിക്കുന്ന ധനവകുപ്പിലെ ചേട്ടന്മാർ, എസ്പെഷ്യലി ഈ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ കൊറി വീഴുന്നത്. ഈ കരാറുകാരുടെ കാര്യത്തിലൊന്നും പലപ്പോഴും ഇത് വീഴാറില്ല. സാധാരണക്കാരന്റെ കഞ്ഞിയിലെ കൊറിയിട്ട് കളിക്കുന്ന ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഇത്തരത്തിൽ ഈ 1600 രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യം അവന്റെ പേരാണ് പുറത്തു. അല്ല, ഇതിപ്പോ സെക്രട്ടേറിയറ്റിലുള്ളവരുണ്ടെന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റിനകത്ത് പറഞ്ഞിട്ടില്ല, അത് വ്യക്തമാക്കിയിട്ടില്ലേ ഉള്ളൂ. സെക്രട്ടേറിയറ്റിനകത്തുള്ളവരുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഫിനാൻസിന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അതായത് മന്ത്രിമാരുടെ മൂക്കിന് താഴെയാണ് സെക്രട്ടേറിയറ്റ്. ആ സെക്രട്ടേറിയറ്റിൽ ഇതാണ് അവസ്ഥ. പിന്നെ താങ്കൾ പറഞ്ഞില്ലേ കൊറി എന്ന് പറഞ്ഞ്, ഈ കേരളത്തിൽ ക്യാൻസർ രോഗം വന്നിട്ട് സ്പെഷ്യൽ സാങ്ഷന് വേണ്ടിയിട്ട് ചികിത്സയ്ക്ക് സ്പെഷ്യൽ സാങ്ഷന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന എത്ര രോഗികളുണ്ടെന്ന് അറിയാമോ? അവിടെയാണ് ഇവിടെ 1500 രൂപ കൂളായിട്ട് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുറി വെച്ച് വെച്ചിരിക്കുക പലതിലും. അത് ക്യാൻസർ രോഗിയുടെ ചികിത്സയ്ക്ക് വരെ കുറി വെച്ച് വെച്ചിരിക്കുന്ന, ക്യാൻസർ രോഗിയാണോ എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. അതിന് പല കാരണങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അതിന്റെ ഡിലേ വരുത്തിക്കൊണ്ടിരിക്കുന്നതുണ്ട്, ഇപ്പൊ കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട്. അങ്ങനെ എത്ര പേര് കിടന്ന് കഷ്ടപ്പെടുന്ന അറിയാമോ? ഈ കഷ്ടപ്പെടുന്നവരെ മുഴുവൻ നോക്കുകുത്തിയാക്കിക്കൊണ്ട് മ്ലേച്ഛനാക്കിക്കൊണ്ടാണ് ഈ 1600 രൂപ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു 1600 അല്ല കേട്ടോ. ഞാൻ പറഞ്ഞു 1,60,000 മാസം വാങ്ങിക്കുന്നവരുണ്ട്. ഇപ്പൊ ഈ 1458 പേരുടെ പേരെ വന്നിട്ടുള്ളൂ. അതെ, ഇനി ഇതിൽ കൂടുതൽ ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സംശയം എന്താ? ഉറപ്പായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പല വിധത്തിലും ഇത് ബുദ്ധി ഇല്ലാത്തവരാണ് ചെയ്തത്. മണ്ടന്മാരാണ് ഈ 1500. അതായത് ബാക്കി ഇരിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ ബിനാമി പറ്റുന്നവരുണ്ട്, സർക്കാരിൽ പോലും ബിനാമി പറ്റുന്നവരുണ്ട്, കമ്മീഷൻ അടിക്കുന്നത്. നിങ്ങൾക്ക് 1600 രൂപ ചുമ്മാ കിട്ടില്ലേ? ഞാൻ വിചാരിച്ചാലേ നടക്കുള്ളൂ. 600 രൂപ എനിക്ക്, 1000 രൂപ നിനക്ക്. ഇതിൽ ഒരു കാര്യം, ഇപ്പൊ 50-50 ഇപ്പൊ ഈ കള്ളത്തരം പിടിച്ചത്, ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാലറി പ്രോസസ് ചെയ്യുന്ന സ്പാർക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതേപോലെ തന്നെ പെൻഷൻകാർക്ക് അത്തരത്തിലൊരു എന്താണ് സാന്ത്വനോ ഒരു ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതിന്റെ പേര് ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല. ഈ 2 സോഫ്റ്റ്വെയറുകളും തമ്മിൽ എന്തോ ലിങ്ക് ചെയ്ത് നോക്കിയപ്പോഴാണ്, ആധാർ കാർഡ് വെച്ചിട്ട് നോക്കിയപ്പോൾ ഇവിടെയും കാശ് വാങ്ങുന്നുണ്ട്, അവിടെയും കാശ് വാങ്ങിക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു മെക്കാനിസം. ഈ തട്ടിപ്പ് കണ്ടുപിടിച്ചത് ഇങ്ങനെയാണ്. ഇത് കുറച്ചുകൂടെ നേരത്തെ ആക്കിയിരുന്നെങ്കിൽ, ഇത്രയധികം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു, കേരളം കടക്കണിയിലേക്കാണ്, കേന്ദ്രം നമ്മളെ ഞെരിക്കുന്നു, കൊല്ലുന്നു എന്ന് പറയുമ്പോൾ, ആ സാമ്പത്തിക സ്ഥിതി ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല കേട്ടോ, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ആ ഇത്രയും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇത് കുറച്ചുകൂടെ നേരത്തെ ആകേണ്ടതായിരുന്നില്ലേ? എന്തുകൊണ്ട് വൈകി? അങ്ങനെയാണെങ്കിൽ വൈകിയ, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ അമാന്തം കാണിച്ച ഉദ്യോഗസ്ഥരും ശരിക്കും പറഞ്ഞാൽ ഈ കള്ളന് കൂട്ടു നിൽക്കുകയായിരുന്നില്ലേ? എല്ലാവരും ചേർന്നുള്ള ഇതിപ്പോ പിന്നെ യൂണിയൻ ഉൾപ്പെടെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ ഇവർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നേ. അതുകൊണ്ടല്ലേ മന്ത്രി സൂക്ഷിച്ച് വർത്താനം പറയുന്നേ. കാരണം ഇല്ലെങ്കിൽ നാളെ മന്ത്രിയുടെ മേലെ ചാടിക്കയറാൻ ആളുകൾ ചെല്ലും. അപ്പൊ മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ഭയക്കുന്ന ഒരു ഗൂഢസംഘവും ഈ സർക്കാർ സർവീസിനകത്ത്. അവര് മന്ത്രി ഭയക്കുന്ന സർവീസ് സംഘടനകളുടെ ഒരു താല്പര്യം തീർച്ചയായിട്ടും. അല്ലെങ്കിൽ മന്ത്രിക്ക് എന്ത്? ഇന്നലെ തന്നെ ഒരു തീരുമാനം വന്നു, പെൻഷൻ പ്രായം ഉയർത്തണ്ടെന്ന് പറഞ്ഞ് തന്നെ സർവീസ് സംഘടനകളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അവർ അതിൽ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ്. അത് മാത്രമല്ല, അവർക്ക് DA കിട്ടുന്നില്ല എന്ന ഫ്രസ്ട്രേഷൻ ഉണ്ട്, അവർക്ക് പിന്നെ കേന്ദ്ര പാരിറ്റിക്ക് ഉള്ളത് കിട്ടുന്നില്ല എന്നുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ട്, അടുത്ത ശമ്പള കമ്മീഷൻ വരാറായി അത് തരുന്നില്ല എന്നുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ട്, LCT ബോർഡുകാർക്ക് ഉന്നതമായ ശമ്പളം കൊടുക്കുന്നു, ഞങ്ങൾക്ക് അതുപോലെ തരുന്നില്ല, ഇവിടെ തന്നെ പാരിറ്റികൾ പലതും ഇല്ല എന്നുള്ള പെൻഷൻ പിന്നെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അപ്പൊ ഇത് പല വിധത്തിൽ സർക്കാർ ജീവനക്കാര് അസംതൃപ്തരാണ്. ആ അസംതൃപ്തി യൂണിയൻകാർ പല വിധത്തിൽ മുതലാക്കുന്നുണ്ട്, പൊട്ടിത്തെറിക്കാറായി നിൽക്കുകയാണ്. അതെ, ഇടതുപക്ഷ യൂണിയനുകൾ പോലും. അല്ല, ഞാനൊരു കാര്യം പറയാം, ഈ പിന്നെ UR പ്രദീപ് 12,500 വോട്ടിന് ജയിച്ചില്ലേ? ഇത് ഈ DA കൊടുത്തില്ലെങ്കിൽ അറിയായിരുന്നു. അവിടെ പെൻഷൻകാരും പിന്നെ സർക്കാർ ജീവനക്കാരുമായിട്ട് ഒരു 10,000-ലധികം പേരുണ്ട്. ആ ചേലക്കര പോലും അവന്മാർ കുത്തൂലായിരുന്നു. അത് സർക്കാർ ബുദ്ധിപൂർവ്വം
ഒരു ഡി എങ്കിലും കൊടുത്തു. ഇലക്ഷന് ഇലക്ഷന് മുമ്പേ ഒരു ഡി എങ്കിലും കൊടുത്തുകൊണ്ടാണ് ഈ 12,000 ചില്ലുവാൻ വോട്ട് ജയിച്ചത്. ഇല്ലെങ്കിൽ അതുപോലും കിട്ടില്ലായിരുന്നു. മനസ്സിലായി. സർക്കാർ ഇത് സർക്കാരിന് വളരെ നല്ലപോലെ അറിയാം. അപകടം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ പല വിധത്തിൽ ഇത് സ്ക്രീൻ ചെയ്ത് എങ്ങനെയെങ്കിലും സ്ട്രീം ലൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് എന്തായാലും സ്ട്രീം ലൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒതുക്കി തീർക്കുക എന്നുള്ളത് പച്ച മലയാളത്തിൽ പറയാം. അല്ല, അവിടെ അതല്ല ഞാൻ പറഞ്ഞത്. ഈ ലിസ്റ്റ് 62 ലക്ഷം ലിസ്റ്റ് നിജപ്പെടുത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ സർക്കാരിന് നിൽക്കാൻ പറ്റില്ല. അവസാനം ചിലപ്പോൾ ഒരുപക്ഷെ പണിയെടുക്കാൻ ഉദ്യോഗസ്ഥർ കാണില്ല. ഇത് എനിക്ക് തോന്നുന്നു, എനിക്ക് തോന്നുന്നത്, എന്റെ വിശ്വാസം സർക്കാർ ഇത് ചെയ്യേണ്ടത് ഇവിടുത്തെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ടോ അല്ലെങ്കിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലെയും ഒരു ക്രൈം SI ഉണ്ട്. ആ SIയെ കൊണ്ട് അന്വേഷിപ്പിക്കണം അവിടുത്തെ ഈ പണം പറ്റുന്നവന്റെ സോഴ്സ്. മനസ്സിലായില്ലേ? പോലീസുകാർക്ക് ഇപ്പൊ തന്നെ പിടിപ്പത് പണിയുണ്ട്. ഇനി ഇതോടെ പോലീസുകാരുടെ പണി എന്താ? പോലീസുകാരുടെ പണി എസ്കോർട്ടാണ്. അല്ലാതെ വേറെ പണിയൊന്നും അവർക്കില്ല. അവരെന്ത് പണിയാ ചെയ്യുന്നത്? കേസ് അന്വേഷിക്കണ്ടേ? കേസ് അന്വേഷിക്കുന്ന ആരന്വേഷിക്കുന്നു? എത്ര പേര് അന്വേഷിക്കും? ലോ ആൻഡ് ഓർഡറും ക്രൈമും ഒക്കെ. ഇപ്പൊ ഏറ്റവും വലിയ കേസ് എന്ന് പറയുന്നത് നവീൻ ബാബുവിന്റെ കേസാണ്. അതുപോലും അന്വേഷിക്കുന്നില്ല എന്ന് വീട്ടുകാർ CBIക്ക് പോകാൻ നിൽക്കുക. ഇതൊക്കെ തെളിവുകളല്ലേ? ഇതിൽ പരം വ്യക്തമായ തെളിവ് എന്തിരിക്കുന്നു? നവീൻ ബാബുവിനെ സംരക്ഷിക്കുമെന്ന് പാർട്ടി പറയുകയും സംരക്ഷിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി പറയുകയും ഗവൺമെന്റ് പറയുകയും മന്ത്രി തന്നെ അവിടുത്തെ മന്ത്രി തന്നെ പറയുകയും ചെയ്യാണ്. വീണ ജോർജ് പറയുകയാണ് ഞങ്ങളിത്. അതുപോലെ എന്റെ അവിടെ തെറ്റ് കാണിച്ച ഒരുത്തനുണ്ടെങ്കിൽ ഞാൻ അവനെ 24 മണിക്കൂറിനകം പുറത്താക്കുമെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ മന്ത്രിയാണ് വീണ ജോർജ്. പക്ഷെ ഇതുവരെ അയാളെ പുറത്താക്കിയിട്ടില്ലെന്നാണ് അറിയുന്നത്. മനസ്സിലായി. അപ്പൊ എവിടെയാണ് അഴിമതി? അത് കണ്ടെത്തി അത് പരിഹരിക്കാനായിട്ട് കണ്ട കേസുകൾ, ഈ കേരളം ഞെട്ടിയ കേസുകളിൽ പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ 2 ദിവസം കഴിയുമ്പോൾ വേറെ വാർത്ത വരുമ്പോൾ പോവില്ല എന്നുള്ളതാണ്. ഇതൊക്കെ മുങ്ങിപ്പോകും. പിന്നെ ഇപ്പൊ ദുരിതാശ്വാസ നിധിക്ക് 4,000 വാങ്ങിച്ച ഉദ്യോഗസ്ഥനെ എന്ത് ശിക്ഷ കൊടുത്തു? ഇമ്മീഡിയറ്റ്. എനിക്ക് ഉറപ്പുണ്ട് ഒരു 80കളിലും 90കളിലും ആയിരുന്നെങ്കിൽ ഇമ്മീഡിയറ്റ് സസ്പെൻഷനാണ്. മനസ്സിലായി. ഇമ്മീഡിയറ്റ് സസ്പെൻഷനാണ്. ഇതിൽ ശരിക്കും 1488 കള്ളന്മാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അത് പറയുമ്പോഴും വേറൊരു കാര്യം നമ്മൾ കാണേണ്ടത്, ബഹുഭൂരിപക്ഷം വരുന്ന സാമാന്യ ജനങ്ങളിൽ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരിൽ തന്നെ നല്ലൊരു വിഭാഗം മാന്യമായി പണിയെടുക്കുന്ന, കിട്ടുന്ന ശമ്പളം കൊണ്ട് തൃപ്തികരമായി ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൂടെ നാണക്കേടാണ് ശരിക്കും പറഞ്ഞ ഈ കള്ളന്മാർ. അപ്പൊ ശരിക്കും പറഞ്ഞ ഇവരെ ഒറ്റപ്പെടുത്താൻ, ഈ കള്ളന്മാർക്ക് കൂട്ടു നിൽക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു മാന്യത ഈ മാന്യമായി പണിയെടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കാണിക്കേണ്ടതുണ്ടെന്നുള്ളൊരു ഒപ്പീനിയനാണ് എനിക്കുള്ളത്. ഇത് ചെയ്യേണ്ടത് ഇപ്പൊ സർക്കാർ സർവീസിൽ ഞാൻ പറയാം, ഒരു 25% മാക്സിമം കറപ്ഷൻ ഉള്ളവർ, മാക്സിമം ഒരു 25% ഉഴപ്പന്മാരുണ്ട്. 25% ഈ സംഘടനയും രാഷ്ട്രീയമൊക്കെ വെച്ചിട്ട് മിനിമം പണിയും ചെയ്യും, എന്നാൽ സംഘടനയും രാഷ്ട്രീയമൊക്കെ വെച്ചിട്ട് ആളായി നടക്കുന്നവരുണ്ട്. ഒരു 25% എന്ന് പറയുന്നത് ജീവൻ പണയം വെച്ച് പോലും ജോലി ചെയ്യുന്നവരുണ്ട്. അതായത് വീട്ടിലെ കാര്യം നോക്കാതെ സർക്കാർ ജോലി ചെയ്യുന്ന ഒരു 25% ഉണ്ട്. അതായത് ഒരു 1.25 ലക്ഷം പേരെ കൂട്ടിക്കോ. ഒരു അല്ല അതിൽ കൂടുതലുണ്ട്. ഒരു 1.5 ലക്ഷത്തിൽ അധികം ആൾക്കാർ, അവരാണ് ഈ 5 ലക്ഷത്തിന്റെ ജോലി ചെയ്യുന്നത്. പിന്നെ എന്റെ ജോലി കറക്റ്റായിട്ട് പോകണം, എനിക്ക് തട്ട് കിട്ടരുതെന്ന് വിചാരിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്. അതൊരു 25% വരും. അതും കൂടെ ചേർത്ത ഒരു 50%. ഈ 50%മേ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവൂ. ബാക്കി മുഴുവനും ഒന്നുകിൽ ഉഴപ്പുന്നു, മനസ്സിലായി, അല്ലെങ്കിൽ കറപ്ഷൻ കാണിക്കുന്നു, അല്ലെങ്കിൽ യൂണിയൻ കളിച്ച് കാര്യം കണ്ട് ജീവിത അവസാനം. മനസ്സിലായി, പോയിന്റ് ക്ലിയർ ആണ്. ഇവിടെ നമ്മൾ ഇവിടെ അപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ യോജിച്ച് നിൽക്കാത്തത് എന്തുകൊണ്ട്? ഇവർക്കെതിരെ അവർക്കറിയാം കറപ്ഷൻ ചെയ്യുന്നത് ആരാണ്, അനധികൃത ട്രാൻസ്ഫർ വാങ്ങിക്കുന്നത് ആരാണ്, അനധികൃതമായി ജോലി സമ്പാദിക്കുന്നത് ആരാണ്, അനധികൃതമായി പ്രൊമോഷൻ വാങ്ങിക്കുന്ന ആരാണ്. പക്ഷെ ഇത് ചോദ്യം ചെയ്യാനുള്ള സംഘടിത ശക്തിയാണ് ട്രേഡ് യൂണിയൻ, സർവീസ് സംഘടന, അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത്. ഇവര് കറപ്റ്റ്. ഇപ്പൊ വാള് വളഞ്ഞു പോയാൽ പിന്നെ നമുക്ക് വെട്ടാൻ പറ്റുമോ? അതെ, വളഞ്ഞ വാള് വെച്ച് വെട്ടിയിട്ട് കാര്യമില്ല. എന്താ ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇവിടെ ആദ്യം വാളിന് ചികിത്സ വേണം. മനസ്സിലായി. ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ പറയുന്നത് മുഴുവൻ ക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റിയ കള്ളന്മാരെ കുറിച്ചാണ്. ഇത് സർക്കാരിന്റെ ഖജനാവ് ചോർത്തുന്ന ഒരു നടപടിയാണ്. പക്ഷെ ഇതേ സമയം നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടാത്ത, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടാത്ത വേറൊരു വിഷയമുണ്ട്. BPL APL കാർഡുകൾ. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു റേഷൻ കാർഡ്, ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു റേഷൻ കാർഡ്. സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും മാന്യമായി ജീവിക്കുന്നവരാണ്, അവർക്ക് അർഹമായ കാര്യങ്ങൾ വാങ്ങി ജീവിക്കുന്നവർ തന്നെയാണ്. പക്ഷെ ചുരുങ്ങിയൊരു വിഭാഗം അനർഹമായി BPL കാർഡ് കൈവശം വെച്ചിരിക്കുന്നതായിട്ട് നിരവധി ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെന്ന് മന്ത്രി GR അനിൽ തന്നെ പല ഊരി പറഞ്ഞു. ഇതിന് മസ്റ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, ഈ ക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റുന്ന ചേട്ടന്മാരെ പോലെ തന്നെ ഈ പറയുന്ന അനർഹമായിട്ട് BPL കാർഡ് വെച്ചുകൊണ്ട് സർക്കാരിൽ നിന്ന് സബ്സിഡി സാധനങ്ങൾ അനധികൃതമായി വാങ്ങുകയും അവരിൽ ചിലരെങ്കിലും ഇത് മറിച്ചടിക്കുകയും ചെയ്യുന്നു. അതായത് ബ്ലാക്കിൽ കച്ചവടം ചെയ്യുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് BPL APL മാത്രമല്ല, BPL APL ഇങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. സർക്കാരിൽ
സംവരണം എന്ന് പറയുന്ന സാധനം അടിച്ചു മാറ്റുന്ന ഒരുത്തരുണ്ട്. ഉം. IAS അങ്ങനെ ചെയ്തിരിക്കുന്നു. ബോംബെയിൽ ഒരു സ്ത്രീയെ ഇപ്പം ഈ അടുത്ത കാലത്ത് പുറത്താക്കി. IAS SC/ST സംവരണത്തിൽ കയറി പിന്നെ പോസ്റ്റ് തട്ടിയെടുക്കുന്നു. എന്നിട്ട് തോക്കും കൊണ്ട് ആളുകൾ നടന്നു. പിന്നെ പ്രൊമോഷനുകൾ, ട്രാൻസ്ഫറുകൾ, ഇതിലൊക്കെ പിന്നെ എക്സ് സർവീസ്മെന്റെ പിന്നെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ആശ്രിത നിയമനം നടത്തുന്ന രീതികൾ, ഇതിലെല്ലാത്തിലും ഇത്തരത്തിലുള്ള അഴിമതി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത് ആര് കണ്ടെത്തണം എന്നുള്ളതാണ്, ഇത് ആരിതിനെ ചെറുത്ത് നിർത്തണം എന്നുള്ളതാണ് പ്രശ്നം. ഇതിന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സർക്കാരിൽ നിയമങ്ങൾ കർക്കശമായി നടപ്പിലാക്കണം. ഈ നിയമങ്ങൾ കർക്കശമാക്കുന്നത് എവിടെ ലാക്സിറ്റി വരുന്നു, അത് ചെറിയൊരു നിയമലംഘനമല്ലേ ഉള്ളെന്നാണ് പലരും പറയാറ്. ചെറുതായ ഒന്ന് വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞ പോലെ ചെറിയ നിയമലംഘനമല്ലേ. അപ്പൊ അങ്ങനെ പറയുന്നിടത്ത് കുഴപ്പമില്ല, അതൊക്കെ പോട്ടെ. അത് പോട്ടെ. മറ്റേ ശങ്കറിന്റെ സിനിമയിലെ ഡയലോഗാണ് 5 പൈസ തിരിടിന തപ്പ, അഞ്ച് പ്രാവശ്യം 5 പൈസ തിരിടിന തപ്പ എന്ന് ചോദിക്കുന്ന പോലെ 1600 രൂപ വെച്ച് ഒരു മാസം നോക്കും 1600 രൂപ എന്താ വലിയ 1600 രൂപ വെച്ചിട്ട് 10 മാസം ആകുമ്പോൾ 16,000 രൂപയായി. ഇതൊരു 10 വർഷം ആകുമ്പോൾ എത്ര രൂപ അടിച്ചു മാറ്റി. ഇതേപോലെ എത്ര ആൾക്കാർ. ഇതൊന്നുമല്ല, ഇതിനേക്കാൾ വലിയ അഴിമതിയുടെ കടലാണ് സർക്കാർ ഓഫീസിന്റെ അടിത്തട്ടിൽ പലതും ഉള്ളത്. മനസ്സിലായി. പക്ഷേ ഈ ഒരു 3 ലക്ഷം ഫയല് സെക്രട്ടേറിയറ്റ് മാത്രം കെട്ടിക്കിടക്കുന്നു ഇപ്പം ഈ അടുത്ത കാലത്ത് വാർത്തകൾ പുറത്തു. ഇതില് സർ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയം അഡ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്താ ഒരു സൊല്യൂഷൻ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ BPL APL കാർഡ് ഇതും ടാക്കിൾ ചെയ്യേണ്ട ഒരു എനിക്ക് വളരെ ഭംഗിയായി ടാക്കിൾ ചെയ്യേണ്ട വിഷയമാണ്. ഇതിനെല്ലാം അതായത് താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ, ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇതിന്റെ സ്ക്രൂട്ടിനിയാണ് പ്രധാനം. എന്ത് ആനുകൂല്യം ആർക്ക് കൊടുക്കുന്നു അത് പബ്ലിക് സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കും. കറപ്ഷൻ ഒഴിവാക്കാനുള്ള ഒന്നാമത്തെ പ്രധാന മാർഗം പിന്നെ ഫോളോ ദ മണി. അതായത് ഓരോരുത്തർക്കും കിട്ടുന്ന പണം എത്രയാണെന്നുള്ളത് ഫോളോ ചെയ്യണം. സർക്കാർ ഏജൻസി ഫോളോ ചെയ്യണം, ജനങ്ങളും ഫോളോ ചെയ്യണം. എനിക്കിതിലൊരു രണ്ടാമത്തെ കാര്യമാണ് താങ്കൾ പറഞ്ഞ പോലെ ലിസ്റ്റ് തയ്യാറാക്കി വെബ്സൈറ്റിലിടണം. ഈ APL കാർഡുകാരുടെ മാത്രമല്ല, എല്ലാ ഇത്തരത്തിലുള്ള ആനുകൂല്യം പറ്റുന്നവരുടെ മുഴുവൻ ലിസ്റ്റ് ഈ ക്ഷേമ വകുപ്പിൽ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ വരുമ്പോ ആർക്കെങ്കിലും അനധികൃതമായിട്ട് ആരെങ്കിലും BPL കാർഡ് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിന് കയറി അത് നോക്കാൻ പറ്റും. സർക്കാരിൽ നിന്ന് എന്ത് ക്ഷേമ പ്രവർത്തനങ്ങൾ കിട്ടുന്നോ, ഒരു വീട് വെച്ച് കൊടുക്കുന്നതായാലും ശരി, അല്ലെങ്കിൽ ദുരിതാശ്വാസം, വയനാട് ദുരിതാശ്വാസത്തിൽ അർഹതയില്ലാത്ത ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ അതുൾപ്പെടെ നമ്മൾ ഏത് ചെയ്താലും ലിസ്റ്റിൽ വരണം. ഒരു വർഷം സർക്കാരിന് ഇത് സ്ക്രൂട്ടിനി ചെയ്യേണ്ട ആരാ? ജനങ്ങളുടെ പണമല്ലേ. അപ്പൊ ഈ ജനങ്ങൾ ഇത് അറിയണ്ടേ. അപ്പൊ അതറിഞ്ഞാൽ തന്നെ പകുതി തെറ്റുകൾ അവസാനിക്കും. വെബ്സൈറ്റിൽ ഇത്തരം കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കണം. ഇത് പത്രമാധ്യമം, ഇത് ജനങ്ങൾ എല്ലായ്പ്പോഴും ഇതെല്ലാം സ്ക്രൂട്ടിനി ചെയ്തുകൊണ്ടിരിക്കണമെന്നില്ല. അപ്പോ വിസിൽ ബ്ലോവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ വിസിൽ ബ്ലോവർ എന്ന് പറയുന്നതാണ് മീഡിയയും ഇത് പുറത്തു കൊണ്ടുവരാൻ തയ്യാറാവണം. മനസ്സിലായി. ഇത് വലിയ വിഷയമാക്കണ്ടേ? ഇത്തരം കാര്യങ്ങൾ വിഷയമാക്കുമ്പോഴാണ് തെറ്റുകൾ. ഞാൻ പറഞ്ഞില്ലേ, അഴിമതി എന്ന് പറഞ്ഞാൽ, അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞാൽ കള്ളനായി എന്നുള്ളതാണ്. അഴിമതി സമം കള്ളൻ, അല്ലെ കള്ളൻ എന്ന് മുദ്ര കുത്താൻ തന്നെ തയ്യാറാവണം. ഇനി നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്, കാരണം ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ 5 ദിവസം സംസാരിക്കാനുള്ള ടോപ്പിക് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്ന് ലിമിറ്റ് ചെയ്യാം. അതായത് കൺക്ലൂഷനായിട്ട് ചോദിക്കുകയാണ്, എന്തായാലും 1458 കള്ളന്മാരെ കൈയോടെ പൊക്കി. ഇവരെ ശിക്ഷിക്കും, നടപടി എടുക്കും എന്നൊക്കെ സർക്കാർ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം മുൻകാല വിവാദമായാൽ നടപടി ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അതിലെ കാത്തിരുന്ന് കാണാം. പക്ഷേ ഈ പറയുന്ന APL BPL ഇതേപോലെയുള്ള വിഷയങ്ങൾ ഇനി അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങൾ ഇനിയും ഉണ്ട്. മന്ത്രി GR അനിൽ പല പ്രാവശ്യം പറഞ്ഞു, പക്ഷേ ഇപ്പോഴും അനർഹരുണ്ട്. അതും അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഇതിനൊരു എന്താ പറയുക, ഈ പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ മറുപടി എന്തായിരിക്കും? അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. കറപ്ഷൻ എന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ ക്യാൻസറാണ്. വളരെ വിഖ്യാതമായതാണ്. ജനാധിപത്യത്തിലെ ക്യാൻസറാണ് കറപ്ഷൻ. കുറേശ്ശെ ഈ ജനാധിപത്യത്തെ കാർന്നു തിന്നുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ ഇമാജിനേഷൻ, നമ്മുടെ ഇനിഷ്യേറ്റീവ്, ഇതിനെ എല്ലാം തകർക്കുന്നതാണ് കറപ്ഷൻ. നിങ്ങൾ കറപ്ഷനായിട്ട് എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുകയാണ്, എൻ്റെ ഇമാജിനേഷൻ നഷ്ടപ്പെടുകയാണ്, ഞാൻ മറ്റേലോട്ട് പോവുകയാണ്. മനസ്സിലായില്ലേ? ഞാൻ സത്യസന്ധമായിട്ട് ജോലി ചെയ്യണമെന്ന് വരുന്ന ഞാൻ നാളെ കള്ളനായി മാറും. കാരണം വെച്ചാൽ നിങ്ങൾ 10 പേര് ഇങ്ങനെ കാണിക്കാം, ഞാൻ ഒറ്റയ്ക്ക് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് ചോദ്യചിഹ്നം വരാം. ഞാനൊരു വിഡ്ഢിയല്ലേ ഈ സമൂഹത്തിലെ, ഞാൻ ഈ രാജ്യത്തെ ഒരു വിഡ്ഢിയല്ലേ എന്ന് തോന്നുന്ന ഒരു അവസ്ഥ വരാം. അപ്പൊ അത് മാറ്റേണ്ടത് ഒരു പ്രധാന ഘടകമാണ്. ഇതിന് 2 കാര്യങ്ങളാണ്. താങ്കൾ പറഞ്ഞ പോലെ ജനങ്ങളുടെ സ്ക്രൂട്ടിനിക്ക് ഇത് വിട്ടുകൊടുക്കണം. എല്ലാ ആനുകൂല്യങ്ങളും, കള്ളന്മാരുടെ പേരും പ്രസിദ്ധീകരിക്കണം, കള്ളന്മാരുടെ പേര് മുഴുവൻ പ്രസിദ്ധീകരിക്കണം, ആനുകൂല്യം പറ്റുന്നവരുടെ പേരും പ്രസിദ്ധീകരിക്കണം. ഇത് സർക്കാരിൽ നിസ്സാരമായിട്ട് ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങൾക്കും അത്തരത്തിൽ ഒരു ഓർഡർ ഇറക്കുമ്പോൾ തന്നെ അതിനകത്തുണ്ട് ഇന്ന ആള് ഇറക്കുന്ന ഉത്തരവ്, പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞ സർക്കാരില്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഡർ, ഇതിൽ ഇന്ന ആൾ ഇറക്കുന്ന ഉത്തരവ്, ആദ്യത്തെ ഫസ്റ്റ് പാരഗ്രാഫിനുണ്ട് ഇന്ന കാര്യത്തിനാണ്.
ഇത് ലംഘിക്കുന്ന ഇന്ന ഫണ്ടിൽ നിന്നാണ്. ഇത് ലംഘിക്കുന്നത് മുഴുവൻ നമുക്ക് പിടിക്കപ്പെടാൻ പറ്റണം. ഇതിന് ജനങ്ങൾ, രണ്ടാമത്തെ കാര്യം, ഫോളോ ദ മണി. പണം എങ്ങനെ പോകുന്നു എന്നുള്ളത്, അതായത് ഒരാൾ കറപ്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഒറ്റ മാർഗം മതി, അയാളുടെ സാമ്പത്തിക ചെലവുകൾ നോക്കിയാൽ മതി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എങ്ങനെ ജീവിക്കുന്നു, അയാളുടെ വരുമാനത്തിൽ കവിഞ്ഞ് സ്വത്തുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ്. 5-5 ലക്ഷം ആൾക്കാരൊക്കെ മോണിറ്റർ ചെയ്യുക, ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം സംവിധാനം സർക്കാരിലുണ്ടെന്നേ. സർക്കാരിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇതിന് സംവിധാനമുണ്ട്. ശരി, എന്റെ സ്വത്ത് പബ്ലിഷ് ചെയ്യണമെന്നാണ്. പ്യൂണിന്റെ സ്വത്ത് പോലും ഓരോ വർഷവും കൊടുക്കണം ലിസ്റ്റ്. എല്ലാവരും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് കണ്ടുപിടിക്കാൻ അവിടുത്തെ ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്. AG അല്ല, ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്. ഈ ഇന്റേണൽ ഓഡിറ്റ് വെച്ചിരിക്കുന്നതിനാ, ഞങ്ങൾ 1000 ജീവനക്കാരുണ്ടെങ്കിൽ 1000 ജീവനക്കാരിൽ ഒരാളെ വെച്ചിരിക്കുകയാണ് ഇവരെ കണ്ടുപിടിക്കാൻ. അപ്പൊ താങ്കൾ പറയുന്ന പോലെ 5 ലക്ഷത്തിന്റെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇതിനെല്ലാം ശമ്പളം സർക്കാർ കൊടുക്കുകയാണ്. ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, AG ഉണ്ട്, സെക്രട്ടേറിയറ്റിൽ നിന്ന് സ്പെഷ്യൽ വിങ് വരുന്നുണ്ട്, പിന്നെ വിജിലൻസുകാര്, പോലീസിന്റെ വിജിലൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നു. ഇതെല്ലാം ഈ അരി ബന്ധമെന്നേ എല്ലാം ഞെക്കി നോക്കണ്ട. ഏതെങ്കിലും ഒരെണ്ണം ഒരു ഓഫീസിൽ കയറിയിട്ട് ഒരൊറ്റ ആളെ പൊക്കിയാൽ മതി, ബാക്കി 99 അവിടെ റെഡിയാവും. ഇത് മുമ്പ് മന്ത്രിമാർ ചെയ്യുമായിരുന്നു. ഒരു സർക്കാർ അറ്റൻഡൻസ് പോലും നമ്മൾ ഈ ക്യാമറയും പിന്നെ ഇത് മോഡേൺ സംവിധാനങ്ങളൊന്നും ആവശ്യമില്ല. ഒറ്റ സാധനം മതി. ഞങ്ങളുടെ ഓഫീസിൽ പണ്ട് ചെയ്യുമായിരുന്നു, ഡയറക്ടർക്ക് പോകാൻ വേറൊരു കോണിപ്പടിയാണ്. ഇടയ്ക്ക് ഡയറക്ടർ എന്തറിയാമോ, ജീവനക്കാർക്ക് പോകാനുള്ള കോണിപ്പടി കൂടെ നിന്ന് കയറി വരും. എന്താണെന്നറിയാമോ, ഈ സീറ്റിൽ ആരൊക്കെ ഇരിക്കുന്നത് നോക്കാൻ വേണ്ടി മാത്രമാണ്. കയറി പോയാൽ മതി, പിറ്റേ ദിവസം മുതൽ എല്ലാവരും 10 മണിയാകുമ്പോൾ കയറി അവിടെ ഇരിക്കും. മനസ്സിലായി. ഇതുപോലെ സ്ക്രൂട്ടിനി ചെയ്യാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ കോടതി, ഇപ്പൊ PMLA ആക്ട്, ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ PMLA ആക്ട് എന്ന് പറയുന്നത് എന്താ, മണി ലോണ്ടറിങ്ങിന് ഉണ്ടാക്കിയ നിയമമാണ്. ആ നിയമം ചില മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തപ്പോൾ ലംഘിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ജാർഖണ്ഡിലെയും പിന്നെ ഡൽഹിയിലെയും മുഖ്യമന്ത്രിമാർ അഴിമതിക്കാരായിരിക്കാം, പക്ഷെ അഴിമതിക്കാരല്ല എന്ന് പറയുന്നില്ല, പക്ഷെ അവരെ ആ അഴിമതി പ്രൂവ് ചെയ്യുന്നതിന് മുമ്പേ അനധികൃതമായി പിടിച്ച് ജയിലിലിട്ടു എന്നുള്ള ഒരു നിഗമനത്തിന്റെ പേരിലാണ് പുറത്തുവിട്ടത്. പിന്നീട് അവർ ജയിച്ചു. ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് എൻ എക്സംഷൻ എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധിയിറക്കിയത് കൊണ്ടാണ്. അത് വരാൻ കാര്യം എന്തുകൊണ്ടെന്ന് അറിയാമോ, ഇതുപോലെ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നതുകൊണ്ടാണ്. ശരിക്കും ആ നിയമം കറക്റ്റാണ്, പക്ഷെ അത് എവിടെയോ ലംഘിക്കപ്പെട്ടു. അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ തൃപ്തി തോന്നുന്നത് ജാർഖണ്ഡിലെ ജനങ്ങളോടാണ്. മറ്റുള്ള മന്ത്രിമാർ, അതായത് കാട്ടുകള്ളന്മാരായ മന്ത്രിമാര് മുഴുവൻ, മുഖ്യമന്ത്രിമാര് മുഴുവൻ സംരക്ഷിക്കപ്പെട്ട ഈ നാട് മുഴുവൻ നടക്കുമ്പോൾ ഒരു ആദിവാസിയായ ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടന്ന് പുട്ടുതിന്നു. പിന്നെ കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടു. എന്നിട്ട് പോലും ഞങ്ങളുടെ പാവം മന്ത്രിയെ രക്ഷിച്ചില്ല എന്നുള്ള ആദിവാസികളുടെ വ്യഥയാണ് സത്യം പറഞ്ഞാൽ ഇത്തവണ ബി ജെ പി തോൽപ്പിച്ചത്. ജാർഖണ്ഡിൽ ഒരു മുഖ്യമന്ത്രി ആവാൻ വീണ്ടും അദ്ദേഹത്തിന് അവസരം കൊടുത്തത്. മനസ്സിലായി. ജനങ്ങളാണ്, ജനങ്ങളുടെ വോട്ടിന് വലിയ വിലയുണ്ട്. മനസ്സിലായി. ആ ആദിവാസി എന്ന് പറഞ്ഞാൽ ആദി മനുഷ്യനാണ്. അവരുടെ മനസ്സിൽ കളങ്കമില്ല. അവര് ഉദ്ദേശിച്ചത് ഒന്നേ ഉള്ളൂ, എന്റെ കൂടെ നിൽക്കുന്നവന് വകഭേദം കാണിച്ചു, പക്ഷാഭേദം കാണിച്ചു, അയാൾ എന്ത് തെറ്റോ ചെയ്തോട്ടെ, പക്ഷെ അയാൾക്ക് കൊടുക്കേണ്ട സാമാന്യ നീതി കൊടുത്തില്ല എന്ന അവിടുത്തെ ആദിവാസിയുടെ ചിന്തയാണ് അവരെ മുഖ്യമന്ത്രിയാക്കിയത്. മനസ്സിലായി. ഇത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാവണം. കേരളത്തിൽ ഇപ്പൊ എന്തായാലും ഒരു തീരുമാനമായിരിക്കുകയാണ്, ഒരു അഴിമതി പുറത്തായിരിക്കുകയാണ്. ഇനി ഇതിൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. സർക്കാർ എന്ത് നടപടി എടുക്കും എന്നുള്ളത് നമുക്ക് നോക്കാം, അത് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാം.